മന്തിക്കും മധുഹൂത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അറബിക് ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 പഴുത്ത തക്കാളി കേട്ടോ, നല്ലൊരു മീഡിയം സൈസ് വലിയ 2 പഴുത്ത തക്കാളി, അതിൻ്റെ കൂടെ 2 പച്ചമുളക്, 2 വെളുത്തുള്ളി. പച്ചമുളക് എരിവുള്ളതായിരിക്കണം, എന്നാലാണ് എരിവും പുളിയും ഉപ്പൊക്കെ കൂടി കലർന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതിലേക്ക് 1 പിടി മല്ലിയില, പിന്നെ കുറച്ച് പുതിനയിലയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഈ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴിമന്തിക്കും അതേപോലെ തന്നെ മധുഹൂത്തിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി അറബിക് ചട്നി റെഡിയായി. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ. നമ്മൾ കുഴിമന്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ചട്നിയുടെ അതേ ടേസ്റ്റും അതേ ഗുണവുമാണ്. പക്ഷെ അതിനേലും ടേസ്റ്റും അതിനേലേറെ ഗുണവുമുള്ള ഈ ചട്നി തയ്യാറാക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ.